ഇന്നത്തെ സക്സസ് സ്റ്റോറി എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഒരുപാട് കളികളും ചിരികളുമായി കടന്നുപോയ ഒരു ബാച്ച് 9 വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ സിഗ്മയിലോട്ട് പരിചയപ്പെടാം. 9 വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച, കളിയും ചിരിയും പഠിത്തമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം. അതെ, 2015 ഇവിടുന്ന് ബാച്ച് ഔട്ടായി പോയി. ഇപ്പോൾ വളരെ ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന സാബിത്ത്, റിയാസ്, അഹിൻഷ. ഇനി ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. മെഡിക്കൽ കോഡിങ് എടുത്തതുകൊണ്ട് എൻ്റെ ജീവിതം ഞാനിപ്പോൾ സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോവുകയാണ്. ഞാനിവിടെ 2015 സെക്കൻഡ് ബാച്ചായിട്ട് പഠിച്ചതാണ്. 2017 ഞാൻ അബുദാബിയിൽ ജോയിൻ ചെയ്ത് ഞാനിപ്പോൾ കറണ്ട് ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തതാണ്. ഇത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നെ പറ്റി അന്വേഷിക്കുക. ആ ഒരു സമയത്ത് ഈ കോഡിങ് ആർക്കും അറിയാൻ പറ്റാത്ത സംഭവമായിരുന്നു. അപ്പോഴാണ് അന്വേഷിച്ച് കേരളത്തിൽ ആകെയുള്ളത് സിഗ്മ മെഡിക്കൽ കോഡിങ് ആയിരുന്നു. അന്ന് തന്നെ വിളിച്ച് ഇവിടെ അടുത്ത് വെച്ചതാണ് ജോയിൻ ചെയ്തത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു എനിക്ക്. +2 ഹ്യൂമാനിറ്റീസ്, ഡിഗ്രി BA ഇംഗ്ലീഷ്. അതിനുശേഷമായിരുന്നു ഈ മെഡിക്കൽ കോഡിങ്ങിലേക്ക് വരുന്നത്. ആദ്യത്തിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്താ പറയുക, പഠിച്ച് പാസ്സാകാൻ പറ്റില്ല എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ലേ. ഇപ്പം നിങ്ങൾ 9 വർഷമായല്ലോ ഈ മെഡിക്കൽ കോഡിങ് സെക്ടറിൽ. അപ്പം അന്ന് നിങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അതായത് മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്ന തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ? നമ്മൾ ഈ 9 വർഷം കോഴ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ 8 വർഷത്തോളം ഞാൻ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അതായത് 7 വർഷത്തോളം ആ സെയിം കമ്പനിയിൽ, 1 വർഷത്തിന് മുകളിൽ നാട്ടിൽ വർക്ക് ചെയ്ത് തികച്ച് ഈ ഒരു തീരുമാനം ശരിയായിരുന്നു. ഇപ്പോൾ ഈ മെഡിക്കൽ കോഡിലാണ് എൻ്റെ ലൈഫ്. എന്നെ ഞാനാക്കിയ കോഡിങ്. ഈ ഒരു മേഖലയിൽ പുതുതായിട്ട് വരുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇനിയും കുറേ കുട്ടികൾ ഇനിയും നോക്കി കാണുന്നത് അവർക്ക് ഈ ഒരു മേഖലയിൽ എങ്ങനെ മുന്നേറണമെന്നാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ നമ്മുടെ പഴയ ബാച്ചിലർ സ്റ്റുഡൻസ് അവരുടെ വിഷൻസും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റുഡൻസിനായാലും നല്ലൊരു പ്രചോദനമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ കോഡിങ് മേഖലയിൽ ഇത്രയും നല്ലൊരു പൊസിഷൻ സെക്യൂർ ആക്കാൻ പറ്റിയത്, അതേപോലെ തന്നെ ഭാവിയിലേക്കുള്ള സ്റ്റുഡൻസിനൊരു പ്രചോദനം എന്ന രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഈ മെഡിക്കൽ കോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ജോബും നമ്മൾ നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫ്രണ്ട് ഡെസ്ക് മുതൽ ലാസ്റ്റ് ക്ലൈമിൻ്റെ റെമിറ്റൻസ് വരെ നമ്മൾ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. റിസപ്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണോ, ഡോക്ടർ നമ്മൾ ഹാൻഡിൽ ചെയ്യണോ, നഴ്സുമാർ നമ്മൾ ഹാൻഡിൽ ചെയ്യണോ. പിന്നെ ഒരു മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റൽ റൂട്ടാണ് മെഡിക്കൽ കോഡർ. കാരണം ഇൻകത്തിൻ്റെ മെയിൻ ഒരു ഘടകമല്ല കോഡിങ്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ മെഡിക്കൽ കോഡിങ് മാത്രമല്ല ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അതായത് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പ്രാക്ടിക്കലായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രാക്ടിക്കലേക്ക് പോകുമ്പോൾ അതൊരു വേറൊരു ഇതിലേക്കായിരുന്നു പോയത്. അപ്പോൾ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇവിടുന്ന് പ്രാക്ടിക്കലിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കമ്പ്യൂട്ടറായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡോക്യുമെൻറ്റേഷൻ, കോഡിങ്ങിൽ മെയിനായിട്ട് ഡോക്യുമെൻറ്റേഷൻ, കവറേജും കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം. മെഡിക്കൽ നെസസിറ്റി ചെയ്യുന്ന, അതേപോലെ പിന്നെ ENM സെലക്ട് ചെയ്യുന്ന, ലെവൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ മെയിൻ ഒരു ഘടകമാണ്. പിന്നെ അതേപോലെ ഓഡിറ്റും കാര്യങ്ങളും വരുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ചെയ്യുക. പിന്നെ എന്തൊരു പ്രശ്നം ഭാവിയിൽ വന്നാലും ഡോക്യുമെൻറ്റേഷൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് മെഡിക്കൽ കോഡിങ്ങിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇനി ഒരു ഫ്യൂച്ചറിലും ഈ ഒരു കോഡിങ് ഫീൽഡിലേക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതായത് നമ്മൾ ഏറ്റവും ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു സക്സസ് ആയി. ഓൾറെഡി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, പുറത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ജോലിനെ പറ്റി അറിയാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ ഇനി എല്ലാവരും നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഫീൽഡിലേക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കോളേജ് വരട്ടെ, ജോലി സാധ്യതകൾ ഉയരട്ടെ. ആർക്കും മെഡിക്കൽ കോഡിങ് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം.